ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി i3s മോഡലാണ്. നിലവിൽ ജനറൽ സർവീസായിട്ട് പറഞ്ഞിട്ടുണ്ട്. ജനറൽ സർവീസ് അതേപോലെ തന്നെ വൈസർ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റാം. ഒരു ചെറിയൊരു ആക്സിഡൻ്റ് ഒന്ന് മറിഞ്ഞു വീണിട്ട് പൊട്ടിയാനാണ്. വൈസർ ഹെഡ്ലൈറ്റൊക്കെ പൊട്ടിയിട്ടുണ്ട്. ക്രാഷ് ഗാർഡ്, ഗിയർ പെഡൽ, മിറർ, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഡാമേജ് ഉണ്ട്. അപ്പോൾ അതേപോലെ ടാങ്ക് ബാഗൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് വണ്ടി ഓടിച്ച് നോക്കുന്ന സമയത്ത് ഓൾറെഡി ഹാൻഡിൽ വെൻ്റായിരുന്നു. അപ്പോൾ ഹാൻഡിൽ നമ്മളിപ്പോൾ കസ്റ്റമർ തന്നെ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് മാറ്റിയതിന് ശേഷം വണ്ടി ഓടിച്ച് നോക്കി. വണ്ടി ഓടിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ പാളിച്ച് കാണിക്കുന്നുണ്ട്. അത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും ടയറാണ് പ്രശ്നക്കാരൻ. ബാക്ക് ടയർ ഫുള്ള് തീർന്നിട്ടുണ്ട്. ഒരു കാരണവശാലും നമ്മൾ മാറ്റിയിടുന്ന സമയത്ത് ഇതേപോലത്തെ ടയർ മേടിച്ചിടാതിരിക്കുക. ഒന്നോലെ സാപ്പർ മോഡൽ യൂസ് ചെയ്യുക, അതല്ലെങ്കിൽ സാധാരണ നൈലോൺ കട്ട് ഇടുക. ഇതേപോലെ ഒരുപാട് ഗ്രിപ്പുള്ള മോഡൽ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ശരിക്കും ഇതിൻ്റെ തേമാനം നോക്കിക്കഴിഞ്ഞാൽ ഫ്ലാറ്റായിട്ട് തേയുള്ളൂ. ഈ കാറിൻ്റെയൊക്കെ ടയർ തേയണ പോലെ തേയുള്ളൂ. അങ്ങനെ വരുമ്പോഴത്തേക്കും പ്രോബ്ലം എന്ന് വെച്ചാൽ റോഡിൻ്റെ ചെരിവിൻ്റെ അനുസരിച്ചിട്ട് വണ്ടി കയ്യിൽ നിന്ന് പാളിപ്പോവും. എന്തേലും മാറ്റിയിടാണ് കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 100-150 രൂപയൊക്കെ കൂടുതലുണ്ടാവുള്ളൂ നല്ല മോഡൽ ഇടാനായിട്ട്. അപ്പോൾ അത് യൂസ് ചെയ്യണതാണ് കുറേ കൂടി ബെറ്റർ കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമ്മൾ അഴിച്ച് വെക്കാനുണ്ട്. ബ്രേക്ക് ലൈനർ കമ്പനി ലൈനർ കിടക്കണേ, പക്ഷേ അത് ഉപയോഗിച്ച് പരമാവധിയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് നമുക്കത് മാറ്റിയിടാം. ബാക്കിലത്തെ വീലിൻ്റെ ഡാമ്പർ റബ്ബർ അത് നല്ല രീതിയിൽ പൊടിഞ്ഞൊരവസ്ഥയിലേക്ക് ആയിപ്പോയിട്ടുണ്ട്. അപ്പോൾ അത് ചേഞ്ച് ചെയ്തിടണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ പൊട്ടിക്കിടക്കാം. ചെയിൻ സ്പോക്കറ്റ് പുതിയ സ്പോക്കറ്റാണ്, പക്ഷേ ഇത് കറക്റ്റ് സമയങ്ങളിൽ ചെയിൻ ലൂസാവുമ്പോൾ ടൈറ്റ് ചെയ്ത് കൊടുത്ത് ഓയിലിടെയോ ഗ്രീസ് ചെയ്യുകയോ ചെയ്തിട്ട് ലൂബ്രിക്കേഷൻ കറക്റ്റ് ആയിരിക്കണം. അതല്ലെങ്കിൽ ചെയിൻ്റെ ലൈഫ് പെട്ടെന്ന് കുറഞ്ഞു പോകും. കാരണം തേമാനം കൂടുതലായിരിക്കും. നമുക്കിപ്പോൾ പഴയ മോഡൽ വണ്ടികളുടെ ചെയിൻ പാർട്സുകളുടെയൊക്കെ ക്വാളിറ്റി ഇപ്പോഴത്തെ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലില്ല. ഓൾറെഡി കമ്പനി പാർട്സൊക്കെയാണ്, എന്നാൽ പോലും പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക. ഒരു 1000 കിലോമീറ്ററിനുള്ളിൽ 1000 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും ചെയിൻ ലൂസായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് കറക്റ്റ് ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്യുക. ഒരല്പം ഓയിൽ കൊടുക്കുകയോ ഗ്രീസ് കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ചെയിൻ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടും. ഇതിപ്പോൾ നല്ലോണം ലൂസായി കിടക്കാം, ഡ്രൈ ആയി പോയേക്കണം. അപ്പോൾ നമ്മൾ വാട്ടർ സർവീസൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെയിൻ ക്ലീൻ ചെയ്തിട്ടൊന്ന് ഗ്രീസ് ചെയ്തിടാം. എന്നിട്ട് ടൈറ്റ് ചെയ്ത് ഗ്രീസ് ചെയ്തിടാം. അപ്പോൾ പിന്നെ ആ പ്രോബ്ലം സോൾവ് ആയിക്കോളും, ഓടിക്കാനും സ്മൂത്തായി കിട്ടും. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്റർ വലിയ പഴക്കമായിട്ടില്ല, നമുക്ക് എയർ അടിച്ച് ക്ലീൻ ആക്കാവുന്നുള്ളൂ. കാർബറേറ്റർ ക്ലീനിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കാർബറേറ്റർ അയച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം അഴുക്കുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കണ്ട. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് നോക്കുമ്പോൾ ശരിക്കും ഒരു കെമിക്കൽ റിയാക്ഷൻസ് പോലെ ഒരു പൗഡർ കണക്കെ സംഭവം പിടിച്ചിരിക്കുന്നുണ്ട്. അത് ഇപ്പോഴത്തെ പെട്രോളിലുള്ള ഒരു എത്തനോളിൻ്റെ ഒരു കണ്ടൻറ്റാണത്. അത് ശരിക്കും നമുക്ക് ഈ സ്ലോ ജെറ്റിനൊക്കെ ഒരു ഡാമേജ് വരുത്തി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അതിൻ്റെ ഉള്ളിൽ ശരിക്കും ഒരു എന്താ പറയുക, ഒരു ക്ലാവ് പിടിച്ചേക്കണ പോലത്തെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ഇത് അങ്ങനെ വരുമ്പോൾ ഈ ഫ്ലോട്ട് വാൽവ് കാർബറേറ്ററിൻ്റെ ഉള്ളിൽ സ്റ്റക്ക് ആവാനും ഓവർഫ്ലോ വരാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കാനായിട്ട് കാർബറേറ്റർ ക്ലീൻ ചെയ്യുക, ഈ ഫ്ലോട്ട് വാൽവ് ചേഞ്ച് ചെയ്തിടാം. ഓൾറെഡി നമുക്കത് ഈ സ്ലോ ജെറ്റ് ഓൾറെഡി ബ്ലോക്കാണ്. അപ്പോൾ അത് നമുക്ക് ഒന്ന് മാറ്റിയിടണം. കാരണം ഇത് വലിയ റേറ്റ് ഒന്നുമില്ല. നമുക്ക് ഏകദേശം ഒരു 70 രൂപ താഴേക്കാണ് നമുക്കതിന് റേറ്റ് വന്നത്. അതുകൂടി ക്ലിയർ ചെയ്തിട്ട് കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച്, കാർബറേറ്റർ ക്ലീൻ ചെയ്യണ സ്പ്രേ ഉണ്ട്, അത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം ക്ലിയർ ആയി പോകും. പക്ഷേ എന്നാൽ പോലും നമുക്ക് ഈ ഓവർഫ്ലോ വരാനുള്ള സാധ്യതയൊക്കെ നിലവിലുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലോട്ട് വാൽവിൻ്റെ ഈ കാണിച്ചേക്കണം ഇതേപോലെ ക്ലാവ് പിടിച്ചേക്കണ പോലത്തെ ഒരു സംഭവം ഇതിൻ്റെ ഉള്ളിലും ഉണ്ട്. ഈ കാർബറേറ്ററിൻ്റെ ആ ഫ്ലോട്ട് വാൽവ് എന്ന് അറിയണ ഭാഗത്തുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ അറിയാനുള്ളൂ. അപ്പോൾ നമ്മളത് ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ അതിങ്ങനെ പൊളിഞ്ഞു പോവുകയും സീറ്റിങ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഓവർഫ്ലോ വരാനും സാധ്യതയുണ്ട്. കാരണം നമുക്കത് ക്ലീൻ ചെയ്യാണ്ട് മാർഗ്ഗമില്ല, ക്ലീൻ ചെയ്ത് തന്നെ ഇടണം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഇതുമ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ഈ കൈമൊക്കെ പൊടി പോലെ വന്നിട്ടുണ്ട് ഇവിടെ. അത് ഇതിൻ്റെ ഉള്ളിലുള്ള ആ കെമിക്കൽ റിയാക്ഷൻസും കൊണ്ട് വന്നാണ് സംഭവമാണ്. അതാണ് ക്ലീനർ ഉപയോഗിക്കുമ്പോൾ അത് ക്ലിയറായിട്ട് ആ ഭാഗം പെർഫെക്റ്റ് ആവും. അങ്ങനെ വരുമ്പോൾ ചെറിയ ചെറിയ കുഴികൾ പോലെ വന്നാൽ ഓവർഫ്ലോ വരാനൊരു സാധ്യത നിലവിലുണ്ട് കേട്ടോ. അങ്ങനെ വന്നാൽ വേറെ ഓപ്ഷനില്ല, നമുക്ക് കാർബറേറ്റർ അസംബ്ലി മാറ്റി വയ്ക്കാനേ പറ്റുള്ളൂ. പക്ഷേ അങ്ങനെ വരുമെന്ന് പറഞ്ഞാൽ ക്ലീൻ ചെയ്യാണ്ട് നമുക്ക് മാർഗ്ഗമില്ല, ഓൾറെഡി ക്ലീൻ ചെയ്ത് വിടണം. പിന്നെ നമുക്ക് ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട് കുറച്ച് വർക്കുകൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ഗിയർ പെഡൽ വെൻ്റായി പോയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്. ക്രാഷ് ഗാർഡ് വെൻ്റുണ്ട്, അത് ചേഞ്ച് ചെയ്യുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്. വൈസർ ഇത് വൈറ്റ് കളറായതുകൊണ്ട് റെയർ കളറാണ് സംഭവം. അപ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടാനായിട്ട് ഒരുപാട് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് പൊട്ടിയിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് പൊട്ടിയിട്ടുണ്ട്, അതിൻ്റെ വിൻഡ് സ്ക്രീൻ പൊട്ടിയിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ കൊണ്ട് അതിൻ്റെ ഉള്ളിൽ വന്ന ഇന്നർ കവർ ഇതും ഇവിടെ പൊട്ടിയിരിക്കുന്നത്. അത് പൊട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ ബ്രാക്കറ്റ് ബെൻഡ് ആകുമ്പോഴാണ് ഇതിന് പൊട്ടൽ വരാം. അപ്പോൾ ബ്രാക്കറ്റ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ ബ്രാക്കറ്റും കൂടി നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും. അതിന് പുറമെ നമുക്ക് അതിൻ്റെ ഈ മീറ്റർ കേസ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഈ മീറ്ററിൻ്റെ ഈ ഭാഗത്ത് ഇവിടുന്ന് പൊട്ടിപ്പോയേക്കണതാണ്.
പക്ഷെ നമുക്കത് ആ കവറ് മാത്രമായിട്ട് അവൈലബിൾ അല്ല, കിട്ടുന്നില്ല. 2-3 പ്രാവശ്യം നമ്മൾ ഓർഡർ അയച്ചു കൊടുത്തു, എന്നിട്ട് നമുക്ക് അവൈലബിൾ അല്ല. അത് മീറ്റർ അസംബ്ലി പാടിയാണ് ഇപ്പോൾ കിട്ടുന്നുള്ളൂ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ തൽക്കാലം അത് നമ്മൾ എസ്റ്റിമേറ്റിൽ ആക്കുന്നില്ല, കാരണം അത് മാറ്റണമെന്നുണ്ടെങ്കിൽ പിന്നെ മീറ്റർ അസംബ്ലി പാടി മാറണം. പക്ഷേ അതൊക്കെ നമുക്ക് കുറച്ച് കോസ്റ്റ്ലിയാണ്. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ടയറിൻ്റെ കേസ് പറഞ്ഞു. അപ്പോൾ ഫ്രണ്ട് ടയറും പ്രോബ്ലം തന്നെയാണ്, ഒട്ടും ഗ്രിപ്പില്ല. സൈഡിൽ കട്ട നോക്കണ്ട, സെൻറ്ററിലൊട്ടും പെടുത്തില്ല. അതിൻ്റെയാണ് മെയിനായിട്ട് കാണിക്കുന്നത്, പാളിച്ച കാണിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ ഫ്രണ്ട് ബ്രേക്കൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യും, ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും. കാരണം ഇപ്പോൾ ഞാൻ ബാക്ക് വീൽ അഴിച്ച് നിർത്തിയതുകൊണ്ടാണ്. അതിന് ശേഷം നമ്മളിത് കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇറക്കുള്ളൂ. സ്പീഡോമീറ്ററിൻ്റെ കേബിൾ വർക്കിംഗ് അല്ല, അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഹാൻഡിലിൻ്റെ ബെയറിങ് കോൺസെപ്റ്റൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു, നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ആക്സിലേറ്ററിൻ്റെ സ്ലൈഡറിൻ്റെ ഭാഗം ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട് കാർബേറ്ററിനകത്ത്. ഇവിടെ നോക്കുമ്പോൾ അറിയാം, സ്ലൈഡർ കാർബേറ്ററിനുള്ളിൽ പിടുത്തം കാണിക്കുന്നുണ്ട്. അപ്പോൾ ക്ലീൻ ചെയ്തിടുന്ന കൂട്ടത്തിൽ കൂടെ സ്ലൈഡറും കൂടി ക്ലീൻ ചെയ്തിടാം. പക്ഷേ ഇങ്ങനെ കാണിക്കുന്ന വണ്ടികളിൽ വീണ്ടും റിപ്പീറ്റ് സ്വാഭാവികമായിട്ടും കംപ്ലൈൻറ്റ് വരാറുണ്ട്. അതേപോലെ തന്നെ കേട്ടോ, അത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് കിട്ടും, കുറച്ച് ടൈം കിട്ടും നമുക്ക്. പിന്നെ അതേപോലെ സ്പാർക്ക് പ്ലഗ് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. അതിൻ്റെ ടോപ്പ് സൈഡിലേക്ക് നോക്കുമ്പോൾ കാർബൺ കണ്ടൻറ്റ് ഒരു അല്പം കൂടുതൽ ഹെഡിനകത്ത് ഇല്ല എന്നൊരു സംശയമുണ്ട്. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ പൊടിഞ്ഞു പോരുന്ന തരത്തിലുള്ള കാർബണാണ്. അത് സ്വാഭാവികമായിട്ടും ഹെഡിലെ കാർബണിൻ്റെ അളവിനെയാണ് സൂചിപ്പിക്കുക. പിന്നെ അത് കൂടാതെ നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. 2023 മോഡൽ ബാറ്ററിയാണ്, ആമറോണിൻ്റെ ബാറ്ററി. 12 വോൾട്ടും 4 ആംപിയറുള്ള ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കുന്നത്. നമുക്ക് ഈ വണ്ടിക്ക് വന്നതാണ്. നമുക്കതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ 12.77 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ബാറ്ററി ഞാൻ ടെസ്റ്റിലേക്ക് വിട്ടിട്ടുണ്ട്, കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിലവിൽ സ്റ്റാറ്റസ് ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ ബാറ്ററിയുടെ. അപ്പോൾ നമുക്ക് ജനറലായിട്ടുള്ള സർവീസ് ഉണ്ട്. അത് കൂടാതെ കൊണ്ട് കാർബറേറ്റർ ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് പുറമെ നമുക്ക് അതിൻ്റെ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട് വന്നേക്കണ കുറച്ച് കംപ്ലയിൻസുകൾ, വൈസർ, അങ്ങനെ കുറച്ച് പാർട്സുകൾ മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തി ഞാൻ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പറയാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. അതിനകത്ത് ഈ ഒരു ഐറ്റം കിട്ടാൻ വേണ്ടി നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്യുന്നു. ഞാനിപ്പോൾ ഗ്യാപ്പ് വന്നപ്പോൾ വർക്ക് ബാക്കിയത്തെ ജനറലായിട്ടുള്ള സർവീസ്, മെയിൻ്റനൻസ് സർവീസ് കഴിച്ചു വയ്ക്കാൻ വേണ്ടി വണ്ടി കയറ്റിയതാണ്. വാഷിംഗ് അടക്കമുള്ള വർക്ക്, ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് വയ്ക്കാം. ഐറ്റം വന്നിട്ട് നമുക്ക് അഴിച്ചു മാറ്റാനാണ് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഗ്യാപ്പ് വന്നപ്പോൾ കയറ്റി ചെയ്യണമെന്നുള്ളൂ. അപ്പോൾ ഏറെക്കുറെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് അറിയാവുന്ന രീതിയിൽ ഒന്ന് അപ്രോക്സിമേറ്റ് ഞാൻ ഇട്ടേക്കാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിച്ചോളാം കേട്ടോ. എന്തെങ്കിലും പാർട്സ് കിട്ടാനായിട്ട് ഡിലേ ഉണ്ട്, അതിൻ്റേതായിട്ടുള്ള താമസവും വരുന്നുണ്ട് നമുക്ക് കേട്ടോ.